ഫിത്ർ സക്കാത്ത് പ്രത്യേകിച്ചും പറയുകയാണ് പെരുന്നാൾ വരുമ്പോൾ. പെരുന്നാളിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ രാവ് മഗ്രിബ്, റമദാൻ അവസാനത്തെ ദിവസത്തെ മഗ്രിബ്. ആ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ് ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മഗ്രിബിൻ്റെ ശേഷം ഉടനെയും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ സക്കാത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 6:45 മഗ്രിബാണെങ്കിൽ 6:40 ഒരു കുട്ടി ജനിച്ചു. എന്നാൽ ആ കുട്ടിയുടെ സക്കാത്ത് ബാപ്പ കൊടുക്കണം. കാരണം മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ് ആ കുട്ടിയുണ്ട്. ഇനി ഒരാൾ 6:45 മഗ്രിബ് എങ്കിൽ 6:45 മഗ്രിബ് എങ്കിൽ 6:50 ഒരാൾ മരിച്ചു. മരിച്ചുപോയ മയ്യത്തിൻ്റെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഈ മഗ്രിബിൻ്റെ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് നോക്കുക. അങ്ങനെയുള്ള എല്ലാവരുടെ ഫിത്ർ സക്കാത്തും കൊടുത്തിരിക്കണം. അതാരാണ് കൊടുക്കേണ്ടത്? അവനവൻ്റെ സക്കാത്ത് അവനവൻ കൊടുക്കണം. അവനവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ സക്കാത്തും അവൻ കൊടുക്കണം. ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയുടെ സക്കാത്ത് ഞാൻ കൊടുക്കണം. എൻ്റെ ചെറിയ പ്രായമാകാത്ത കഴിവില്ലാത്ത ചെറിയ മക്കളുണ്ട്, അവരെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കണം. അതുപോലെ എനിക്ക് കഴിവില്ലാത്ത ഉമ്മവാപ്പാരുണ്ടെങ്കിൽ അവരെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കണം. അവരെ ചെലവ് കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. അവനവൻ്റെ ഫിത്ർ സക്കാത്തും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫിത്ർ സക്കാത്തും കൊടുക്കണം. ഇനി കഴിവില്ലാത്തവർ ചിലപ്പോൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്ന ആൾ വലിയ പണക്കാരാകണമെന്നില്ല. പെരുന്നാളിൻ്റെ അന്നത്തെ രാത്രിയും പകലും ജീവിക്കാനുള്ള വകുപ്പുണ്ട്, അന്നത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുള്ള വകുപ്പുണ്ട്. അങ്ങനത്തെവരൊക്കെ ഫിത്ർ സക്കാത്തിൻ്റെ വിഷയത്തിൽ കഴിവുള്ളവരുടെ കൂട്ടത്തിലാണ് എണ്ണുക. അതും കഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഈ പാവപ്പെട്ടവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. വെറും മുതലാളിമാർക്ക് മാത്രം നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഫിത്ർ സക്കാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? അത് ഗോതമ്പത്തിൽ നിന്നൊരു സാഹ്, അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യത്തിൽ നിന്നൊരു സാഹ്. ചെറിയവർക്ക് വേണ്ടിയും കൊടുക്കണം, വലിയവർക്ക് വേണ്ടിയും കൊടുക്കണം, സ്വതന്ത്രന് വേണ്ടിയും കൊടുക്കണം, അടിമക്ക് വേണ്ടിയും കൊടുക്കണം, പുരുഷന് വേണ്ടിയും കൊടുക്കണം, സ്ത്രീക്കും വേണ്ടിയും കൊടുക്കണമെന്നാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അമ്മാ ഗനിയ്യക്കും, നിങ്ങളിൽ കഴിവുള്ള ആളുകൾ, ഐശ്വര്യമുള്ളവർ, ഫയുസക്കീഹില്ലാഹു, അള്ളാഹു ആ ഫിത്ർ സക്കാത്ത് മുഖേന അദ്ദേഹത്തെ സംസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, തുഹുറത്തു സിയാം, നോമ്പിനെ ശുദ്ധീകരിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോമ്പിന് വല്ല ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, നമ്മളെ സഹബിൻ്റെ സുജൂദ് കൊണ്ട് നിസ്കാരത്തിന് വല്ല ന്യൂനതയുണ്ടെങ്കിൽ പരിഹരിക്കുന്നത് പോലെ പരിഹരിക്കാൻ കാരണമാണ്. നോമ്പിൻ്റെ ന്യൂനത എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു പോയി, അല്ലെ അനാവശ്യത്തിൽ ഇടപെട്ട് പോയി, അനാവശ്യമായി സംസാരിക്കും, ഇങ്ങനത്തെ ന്യൂനതകൾ സംഭവിക്കാമല്ലോ. അല്ലാതെ നോമ്പ് കാത്തിലായി പോയി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പരിഹരിക്കാൻ ഇതുകൊണ്ട് മതിയാവും. അതങ്ങനെ തന്നെയാണല്ലോ. നിസ്കരിക്കുന്ന സമയത്ത് സഹബിൻ്റെ സുജൂദ് ഒരു ഫർദ് എടുക്കേണ്ടത് എടുക്കാതെ സഹബിൻ്റെ സുജൂദ് മതിയാവില്ലല്ലോ. അതേസമയത്ത് ചില ന്യൂനതകൾ സംഭവിച്ചാൽ അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഇതുപോലെ തുഅമത്തുൽ മസാക്കീൻ, സാധുക്കൾക്ക് ഒരു ഭക്ഷണവും കിട്ടും ഫിത്ർ സക്കാത്ത് മുഖേന ഒരു ഭക്ഷ്യവസ്തു കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറയാണ്, നിങ്ങൾ കഴിവുള്ളവരെ അല്ലാഹു തആല അതുകൊണ്ട് ശുദ്ധീകരിക്കും. അമ്മാ ഫഖീറുക്കും, നിങ്ങളൊട്ട് കഴിവില്ലാത്തവരോ അവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഫയുറദ്ദു അലൈഹി അക്സറു മിമ്മാ അതാഹു, അയാൾക്കും നല്ല കാര്യം തന്നെയാണ് ഫിത്ർ സക്കാത്ത്. കാരണം എന്താ, അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിലും അയാൾക്ക് ഒരുപാട് ഫിത്ർ സക്കാത്ത് ഇങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഫിത്ർ സക്കാത്ത് കിട്ടാനും കാരണമായത് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഉജൂബായതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും അതിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? അത് കൊടുക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബ്ഹിൻ്റെ ഉടനെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ടാണ്. ഇനി പെരുന്നാൾ രാവിലെ മഗ്രിബ് മുതൽക്ക് തന്നെ അത് കൊടുക്കാവുന്നതാണ്. പെരുന്നാളായി എന്ന് ഉറച്ചാൽ നമുക്ക് മഗ്രിബ് മുതൽക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെയും മുമ്പ് കൊടുക്കാൻ പറ്റുമോ? റമദാനിൽ തന്നെ കൊടുക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ ആ കൊടുത്തവർ കൊടുക്കാൻ അർഹതപ്പെട്ടവരായും അതുപോലെ വാങ്ങിയവർ വാങ്ങാൻ അർഹതപ്പെട്ടവരായും ആ സമയത്ത് പെരുന്നാളാകുന്ന സമയത്തുണ്ടായിരിക്കണം. ആ നിബന്ധനയോടുകൂടി നേരത്തെ തന്നെ ഉളരിച്ചു കൊടുക്കുക എന്നത് അനുവദനീയമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഏതൊരു ശരീരത്തിന് വേണ്ടിയാണോ സക്കാത്ത് കൊടുക്കുന്നത് ആ ശരീരം ഉള്ള പ്രദേശത്താണ് കൊടുക്കേണ്ടത്. എപ്പോഴുള്ള ഇത്? പെരുന്നാളിൻ്റെ മഗ്രിബിൻ്റെ സമയത്ത്. അപ്പോൾ പെരുന്നാളിൻ്റെ മഗ്രിബിൻ്റെ സമയത്ത് ഞാനുള്ളത് കുറ്റ്യാടിയിലാണെങ്കിൽ കുറ്റ്യാടിയിലാണ് എൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാൾ ദുബായിലാണെങ്കിൽ ദുബായിലാണ് കൊടുക്കേണ്ടത്. എന്നാൽ സ്വത്തിൻ്റെ സക്കാത്തിനും ഇതുപോലെ തന്നെ ഒരു നിയമമുണ്ട്. അതെന്താ? സ്വത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ദുബായിൽ ബിസിനസ്സുള്ള ആൾ ദുബായിലാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക്, നാട്ടിലുള്ളവർക്ക്, അത്യാവശ്യക്കാർക്ക് സക്കാത്ത് കിട്ടാതെ പോകും എന്ന ഒരു പ്രയാസം ഉണ്ട്, കൊടുക്കാനുള്ള പ്രയാസങ്ങളും ഉണ്ട്. അതുകൊണ്ട് സക്കാത്ത് സ്ഥലം മാറി കൊടുക്കാം എന്ന അഭിപ്രായം ശാഫിഈ മദ്ഹബിലുമുണ്ട്, വേറെ മദ്ഹബിലും ഉണ്ട്. അതനുസരിച്ച് സക്കാത്ത് സ്ഥലം മാറി കൊടുക്കാം എന്ന അഭിപ്രായം അനുസരിച്ചാണ് ദുബായിൽ ബിസിനസ്സുള്ള ആൾ ചിലപ്പോൾ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ സക്കാത്ത് കൊടുക്കുന്നത്. ഇതേപോലെ ദുബായിലുള്ള ഒരു ശരീരത്തിൻ്റെ സക്കാത്ത് ഈ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ചും കൊടുക്കാൻ വകുപ്പുണ്ടാവും. അപ്പോൾ കൊടുക്കേണ്ടത് ഏറ്റവും പ്രബലമായതും അതുപോലെ തന്നെ ഏറ്റവും നല്ലതുമായ രൂപം പറഞ്ഞു, ശരീരം ഉള്ള സ്ഥലത്ത് മഗ്‌രിബിൻ്റെ സമയത്ത് എവിടെയാണുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി ഈ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ കൊടുക്കേണ്ട സ്ഥലം പറഞ്ഞു. കൊടുക്കേണ്ട ആളുകൾ ആരാണ്? അത് സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത്, എല്ലാവർക്കും അല്ല. സക്കാത്തിന് അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. ഇനി സക്കാത്ത് നിർബന്ധമാകുന്ന സമയം നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് സക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ് എന്നാണ്. നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കേണ്ടത് അരി അല്ലെങ്കിൽ ഗോതമ്പാണ്. അരി അല്ലെങ്കിൽ ഗോതമ്പ്. അരിയേക്കാൾ മുന്തിയതാണ് ഗോതമ്പ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ, അതുകൊണ്ടാണ് ഗോതമ്പ് മതിയാകുന്നത്. അതാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷ്യവസ്തു ഫിത്ർ സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ കാലഘട്ടത്തിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടല്ല, അന്ന് സ്വർണ്ണം വെള്ളി നാണയങ്ങൾ ധാരാളമുണ്ട്, അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല? ക്യാഷ് കൊടുത്താലാണല്ലോ ജനങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക. കാരണം ക്യാഷ് കിട്ടിയാൽ ചിലപ്പോൾ ഒരാൾക്ക് അരി ധാരാളം വീട്ടിലുണ്ട്, അയാൾക്ക് മരുന്നാണ് വാങ്ങേണ്ടി. അയാൾക്ക് അരി കിട്ടിയാൽ മരുന്ന് വാങ്ങാൻ കഴിയില്ലല്ലോ, അയാളുടെ ജീവിതം നിലനിർത്തണേ മരുന്ന് വേണം. അപ്പോൾ അയാൾക്ക് ഫിത്ർ സക്കാത്തായിട്ട് മരുന്ന് കൊടുത്താൽ മതിയാവോ? അത് മതിയാവില്ല. കാരണം ഇത് പ്രത്യേകം ഇന്നത് കൊടുക്കണം എന്ന് നിർണ്ണയിച്ച് പറഞ്ഞ ചില സംഗതികളാണ്. അത് അതേ നിലക്ക് തന്നെ ചെയ്യണം. ഏതുപോലെ വെച്ചാൽ ഉളുഹിയ്യത്ത് പോലെ. ഉളുഹിയ്യത്ത് ഇറക്കാൻ 3 മൃഗങ്ങളെ നമുക്ക് നിർണ്ണയിച്ചു തന്നു. ഒന്ന് ഒട്ടകം, ഒന്ന് ആട്, ഒന്ന് മാട്. അതല്ലാത്ത വേറൊരു ജീവിയെ നല്ല രുചിയുള്ള ഇറച്ചിയാണ് മാൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് മാൻ്റെ അറുത്തിട്ട് ഉളുഹിയ്യത്ത് അറുത്ത് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് കോഴിയിറച്ചിയാണ് ബാറ്റിന് പറ്റുക എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് കോഴീനെ അറുത്തിട്ട് കൊടുക്കാൻ പറ്റില്ല. ഉളുഹിയ്യത്തിൽ പറഞ്ഞ മൃഗം തന്നെ ഇറക്കണം. എന്നാൽ അതിനേക്കാളും സൗകര്യമാണല്ലോ. കാരണം ഒരുപാട് ആളുകൾ ഉളുഹിയ്യത്ത് അറുത്തിട്ട് മാംസം ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക്, വളരെ സൗകര്യം കിട്ടും. ആ സമയത്ത് കറി ഉണ്ടാക്കാനുള്ള മറ്റ് മഞ്ഞളും മുളകും മല്ലിയൊക്കെ വാങ്ങാനുള്ള ക്യാഷ് കിട്ടിയാൽ എന്നാലല്ലേ ഈ മാംസം വേണ്ട പോലെ പാകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ചാളുകൾ ഉളുഹിയ്യത്തിൻ്റെ മാംസവും കൊടുക്കുക, കുറച്ചാളുകൾ മല്ലിയും മുളകുമായി കൊടുക്കുക ഉളുഹിയ്യത്തിന് പകരം. അത് പറ്റുമോ? അത് പറ്റൂല എന്ന് ഉറപ്പാണ്. ഉളുഹിയ്യത്തിന് അപ്പറഞ്ഞ മൃഗത്തിനെ തന്നെ അറുത്ത് കൊടുക്കണം. ജീവനോടെ കൊടുത്താൽ പോലും മതിയാവില്ല, അറുത്ത് കൊടുത്തോണം. അത് പ്രത്യേകം പറഞ്ഞ സംഗതിയാണ്. ഇതേപോലെ സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്തു കൊടുക്കണം? ഭക്ഷ്യവസ്തു തന്നെ കൊടുക്കണം, വേറെ ഒന്നും കൊടുത്താൽ മതിയാവില്ല. ആ ഭക്ഷ്യവസ്തു ഏത് കൊടുക്കണം? അത് അവനവൻ്റെ ഏതൊരാളുടെ ശരീരത്തിന് വേണ്ടിയാണോ സക്കാത്ത് കൊടുക്കുന്നത്, ആ ശരീരമുള്ള സ്ഥലത്ത് ഏതാണോ പ്രധാന ഭക്ഷ്യവസ്തു അത് കൊടുക്കണം. അതാണ് ഞാൻ അരിയും ഗോതമ്പും എന്ന് പറഞ്ഞത്. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവാണ്. അതിൽ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് കൂടുതൽ, അതുകൊണ്ട് അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് തന്നെ പറയാം. അരി കൊടുക്കണം, അത് നല്ല അരിയായിരിക്കണം. താഴ്ന്ന അരി കൊടുത്താൽ മതിയാവില്ല, കേടുള്ളത് കൊടുത്താൽ മതിയാവില്ല. ഇതുപോലെ ഏറ്റവും മുന്തിയ ബനസ്മതിയുമായി കൊടുക്കാം, അങ്ങനെയുമില്ല. നമ്മൾ സാധാരണയായി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരിയാണ് കൊടുക്കേണ്ടത്. ഇനി ഒരുത്ത മുന്തിയ കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റൊന്ന്, അത് ആ അരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്ത് എടുത്തു ധരിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ മുനാദിയൻ ഫി ഫിജാജി മക്ക. മക്കയുടെ ഇടുക്കുകളിലൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി നബി ആളെ പറഞ്ഞു വെച്ചു. അലാ ഇന്ന സദഖത്തുൽ ഫിത്രി വാജിബത്തുൻ. ഫിത്ർ സക്കാത്ത് വുജൂബാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും, ദക്കരിനാണിനും പെണ്ണിനും, ഔ ഉൻഥ ഔ ഹുർരിൻ ഔ അബ്ദിൻ, അതുപോലെ സ്വതന്ത്രനും അടിമക്ക് വേണ്ടി മുതലാളി കൊടുക്കണം, സഗീറിൻ ചെറിയവർക്ക് വേണ്ടിയും, വലിയവർക്ക് ഔ കബീരിൻ എന്നിങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി ആളെ പറഞ്ഞു വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറയുന്ന കൂട്ടത്തിൽ സാഅം മിൻ ത്വആം, ഭക്ഷണത്തിൽ നിന്നൊരു സാ എന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ ഭക്ഷ്യവസ്തു ആയിരിക്കണം കൊടുക്കുന്നത്, അളക്കുന്ന ഭക്ഷ്യവസ്തു ആയിരിക്കണം എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇമാം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, കുന്നാ നുഖ്രിജു സക്കാത്തുൽ ഫിത്രി, ഞങ്ങൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാറുണ്ട്, സാഅൻ മിൻ തആമിൻ, ഭക്ഷണത്തിൽ നിന്ന് ഒരു സാ. അപ്പോൾ സാധാരണ ഭക്ഷ്യവസ്തുവിൽ നിന്നുള്ള ഒരു സാ അതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഔ സാഅൻ മിൻ ശഈരിൻ ഔ സാഅൻ മിൻ തംരിൻ ഔ സാഅൻ മിൻ അഖീത്തിൻ ഔ സാഅൻ മിൻ സബീബിൻ എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതായത് ഗോതമ്പ് കൊടുക്കാറുണ്ട്, കാരക്ക കൊടുക്കാറുണ്ട്, ഒക്കെ ഭക്ഷ്യവസ്തു തന്നെയാണല്ലോ. അതുപോലെ പാൽക്കട്ടി കൊടുക്കാറുണ്ട്, മുന്തിരിങ്ങ കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ അതൊന്നും ഏറ്റവും പ്രധാന ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അരി കൊടുക്കണം. ഇത് കൊടുക്കുന്നതിന് പകരം ഞാൻ ഒരു പുത്തൻവാദിയുടെ ഒരു ക്ലാസ് കേട്ടു. അയാൾ ക്ലാസ് സാധാരണ ആൾക്കാർക്ക് കേൾക്കാൻ പാടില്ല. കൊറോണ രോഗികളായിട്ട് തന്നെ മാറിക്കണമെന്നല്ലേ പറയുന്നത്. കാരണം എന്താ, ആ രോഗം പിടിപെടാതിരിക്കാൻ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഡോക്ടർമാർ മാറിക്കണമെന്നാൽ പിന്നെ ഇവർക്ക് ചികിത്സിക്കാൻ കഴിയില്ലല്ലോ. ഇതുപോലെ നമ്മൾക്ക് ചിലപ്പോൾ ഈ രോഗമുണ്ടാക്കുന്ന അണുക്കളെ പ്രതിരോധിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇത്തരക്കാരുടെ ചില പ്രസംഗങ്ങൾ ഒക്കെ കേൾക്കേണ്ടി വരും. അങ്ങനെ ഞാൻ കേട്ടപ്പോൾ ഞാൻ കേട്ട് ഈ അടുത്ത് ഇപ്പോൾ 2 ദിവസം ഇന്നലെയും മിഞ്ഞാന്നായിട്ട് ഞാൻ കേട്ടു ഒരു മൗലവി ക്ലാസ് എടുക്കുന്നത്. അയാൾ എന്തെല്ലാമോ വിവരക്കേട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴിജീവിതത്തെ എനിക്കിങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നു. കാരണം നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളാവുമ്പോൾ ആലിമ്യങ്ങളൊക്കെ മരിച്ചു തീർന്നു പോകും, മുജ്തഹിദീങ്ങളായ ഇമാമികളൊന്നും ഉണ്ടാവില്ല. അത്താ ഇദാലം യബ്ഖ ആലിമുൻ ഇത്തഖദന്നാസ് റൂസൻ ജുഹുല, ചില മനുഷ്യന്മാർ ചില വിവരമില്ലാത്തവർ പിടിച്ച് നേതാക്കളാക്കും. ഫസൂലു, അവരോട് ചോദിക്കും, അവർ ക്ലാസ് എടുക്കും, ഫത്ത് കൊടുക്കും, ഫാഫ്തൗ ഫദല്ലു ഫാദല്ലു, അവർ സ്വയം പിഴക്കും, മറ്റുള്ളവർ പേപ്പിക്കുകയും ചെയ്യുന്നതാണ്. ബുഖാരിയിലെ ഹദീസാണ്. അത് ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ശരിക്ക് പ്രകടമായി കാണാണ് ആ മൗലവിയുടെ ക്ലാസ് കേട്ടത്. ആ മൗലവി പറയുന്നത് എന്താ അറിയോ, ഇക്കൊല്ലം കൊറോണ ആയതുകൊണ്ട് കമ്മിറ്റികൾ മുഖേനയും ഗവൺമെൻറ് മുഖേനയൊക്കെ ധാരാളം അരി നമ്മുടെ വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നെയ്ച്ചോറിൻ്റെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ അരിയാണ് ഇക്കൊല്ലം കൊടുക്കേണ്ടതെന്നാണ് മൂപ്പര് ഇരിക്കുന്ന ഒരു വിധി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കും. കാരണം ബിരിയാണിൻ്റെ അരി കിട്ടിക്കോട്ടെ സാധുക്കൾക്ക്, അതിന് വലിയ കുഴപ്പമില്ലാന്നൊക്കെ, അരി കുറച്ച് കൂടുതൽ ഉഷാറായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് പറയുകയാണ്, അത് നിർത്തുന്നില്ല അയാൾ പറയണം അങ്ങനെ കൊടുത്താലും പോരാ, അരി തീർത്തും കൊടുക്കുക, കുറച്ച് അരി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളത് വെച്ചാൽ കുറച്ച് മല്ലിയും മുളകും അങ്ങനത്തെ സാധനങ്ങൾ വെളിച്ചെണ്ണയും ഒക്കെ വാങ്ങി കൊടുക്കുക. അതാണ് പിതൃത്വ കാത്തു കൊടുക്കേണ്ടതെന്ന് അയാൾ വിധിക്കുകയാണ്. അയാൾ അള്ളയല്ല. അള്ളാഹുവിൻ്റെ നിയമം മാറ്റിപ്പറയാൻ അദ്ദേഹത്തിന് ഒരു അധികാരവും അള്ളാഹു കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മാറ്റിമറിക്കാനും അള്ളാഹു തആല അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേട്ടിട്ട് സ്വീകരിച്ചവൻ്റെ ഫിത്ർ സക്കാത്ത് വീടുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇറച്ചി വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് ഉദ്ഹിയ്യത്ത് അറക്കൽ അവിടെ നിർത്തിയിട്ട് കുറച്ച് മല്ലിയും മുളകും ഉദ്ഹിയ്യത്താക്കാൻ പറ്റുമോ? കുറച്ച് വെളിച്ചെണ്ണയും പഞ്ചസാരയും ഉദ്ഹിയ്യത്താക്കാൻ പറ്റുമോ? ഇതേപോലെ തന്നെയല്ലേ ഇതും. ഇത് മാറ്റിമറിക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത്? ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹദാ, ഈ ദീൻ കാര്യത്തിൽ വല്ലവനും പുത്തൻവാദം ഉന്നയിച്ചാൽ, പുത്തൻവാദിയായാൽ, ആ പുത്തൻവാദി അവൻ കൊണ്ടുവന്ന വിഷയം ഈ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ദീനിൽ പെടാത്തതിനെ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ, മാലൈസ മിൻഹു, ദീനിൽ പെടാത്തത്, നബിതങ്ങൾ കൽപ്പിച്ചതിന് നേരെതിരായി അവൻ്റെ വകയിൽ, ഫഹുവ റദ്ദുൻ, അവൻ തള്ളപ്പെടേണ്ടവനാണ്, അവൻ കൊണ്ടുവന്ന ആശയവും തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് പറയട്ടെ, അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഫർളും സുന്നത്തും അള്ളാഹു സ്വീകരിക്കൂല. ഇത്തരം പുത്തൻവാദികളുടെ, ഞാൻ പറഞ്ഞതല്ല, നബിതങ്ങൾ പറയാണ്, മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിക്ക് അഭയം കൊടുത്ത് അവനെ കൂട്ടിപ്പിടിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടവന്, വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മീൻ, എല്ലാ മഹാന്മാരായ ജനങ്ങളുടെ ലഅനത്തുണ്ട്, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, പുത്തൻവാദിയുടെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു കബൂൽ ചെയ്യൂല. അതുകൊണ്ട് ഇത്തരം പുത്തൻവാദങ്ങളിലൊന്നും ആരും പെട്ടുപോകരുത്. ഇങ്ങനെ ക്ലാസ് എടുത്ത് ജനങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, അത് തന്നെ അയാൾ പറയുന്നുണ്ട്, നമ്മൾ ആളുകളിൽ നിന്ന് ചിലപ്പോൾ അരി വാങ്ങുക, എന്നിട്ട് വിറ്റിട്ട് പൈസയാക്കുക, എന്നിട്ടതുകൊണ്ട് വേറെ അരി വാങ്ങുക, അതുപോലെ തന്നെ നമ്മൾ ആളുകളോട് പൈസ വാങ്ങുക, എന്നിട്ട് നമ്മൾ അരി വാങ്ങുക, എന്നിട്ട് നമ്മൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആരാണ് ഇവർക്ക് ഇതിനൊക്കെ അധികാരം കൊടുത്തത്? ഇവർ ഭരണാധികാരികളാണോ? ഭരണാധികാരികൾക്കുള്ള അധികാരങ്ങളൊക്കെ ഈ കമ്മിറ്റിക്കാർക്ക് ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഭരണാധികാരി കൊന്നവനെ പകരം കൊല്ലണമെന്ന് നിയമമുണ്ട്, കട്ടവൻ്റെ കൈമുറിക്കണമെന്ന് നിയമമുണ്ട്, വ്യഭിചാരി എറിഞ്ഞു കൊല്ലണമെന്ന് നിയമമുണ്ട് ഇസ്ലാമിക ഭരണാധികാരിക്ക്. അതൊക്കെ ഇവർക്ക് നടപ്പാക്കാൻ പറ്റുമോ? സാമ്പത്തിക രംഗത്ത് അനധികൃതമായി കടന്നു വന്ന് ആളുകളുടെ സമ്പത്തുകൾ കയ്യിലാക്കി പടച്ചവൻ്റെ ദീനിന് അനുയോജ്യമല്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ ദുഷിച്ച ഏർപ്പാട് ഈ പുത്തൻവാദികൾ നിർത്തേണ്ടതാണ്. അവർക്കെതിരെ ശക്തമായി മുസ്ലിം ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ ശബ്ദിക്കേണ്ടതുമാണ്. ആളുകളെ ഫിത്ർ സക്കാത്ത് മുഴുവനും നഷ്ടപ്പെടുത്താൻ, ഇത്തരത്തിലുള്ള ഫത്വകൾ കൊടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ആരാണ് അധികാരം കൊടുത്തത്? അതുകൊണ്ട് ഇത് ഗൗരവപൂർവ്വം കാണണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഭക്ഷ്യവസ്തുക്കൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാനാണ് പറഞ്ഞത്. അതിൽ നിന്ന് മാറി ആ പറഞ്ഞത് പ്രധാന ഭക്ഷ്യവസ്തുവാണ്, അതിൽ നിന്ന് മാറി വെളിച്ചെണ്ണയും പഞ്ചസാരയും ആക്കാൻ ഒരു അധികാരവും അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല. ആരും ഇവിടെ പടച്ചവൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും അധികാരത്തിൽ കയ്യേറരുത്. അത് കടുത്ത തെറ്റാണ്. ഇത് ജൂത ക്രിസ്ത്യാനികളിലെ പണ്ഡിതന്മാർ ചെയ്തതുപോലെ ദീനിനെ മാറ്റിമറിക്കലാണ്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമുക്ക് നാഫിഅ ഇൽമിനെ ഏറ്റിത്തരികയും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ.